السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഈ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നേരത്തെ എൻ്റെ മുമ്പേ പലരും സംസാരിച്ചതുപോലെ ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ പ്രാർത്ഥനാ രാവ് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി ഒരു ജനത പിറന്ന മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, ജനിച്ചു വീണ മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് 2023 ഒക്ടോബർ 7 തൂഫാനുൽ അക്സ എന്ന് പറയുന്ന ശക്തമായ ഒരു മുന്നേറ്റം ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീനികളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നത്. ഒരു വർഷം നീണ്ടുനിന്ന 17 മാസം നീണ്ടുനിന്ന ശക്തമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ കരാറ് ലംഘിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. UNO പാസാക്കിയ മുഴുവൻ പ്രമേയവും തള്ളിക്കളഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തുണ്ട് എങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ലോകത്ത് വ്യത്യസ്തമായ രാജ്യങ്ങൾ മുൻകൈയെടുത്ത ഒത്തുതീർപ്പ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറ് അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ്. പുലർച്ചെ അത്താഴം കഴിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേൽക്കൂരയായിട്ട് ആകാശമൊന്നുമില്ലാത്ത പാവങ്ങളായ മനുഷ്യർക്ക് നേരെ തീ ബോംബ് വർഷിക്കുന്നത് എന്ന് നമുക്കറിയാം. ലോകരാജ്യങ്ങൾ പറഞ്ഞു അത് ചെയ്യരുത്, UNOയുടെ ആവശ്യമുണ്ട്, അത് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് മനുഷ്യ അവകാശങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനതയും ആവശ്യപ്പെട്ടു. നിരപരാധരായ സ്വന്തം നാട്ടിൽ പിറന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു ജനതയോട് ഈ അർത്ഥത്തിലുള്ള തമ്മാടിത്തം ചെയ്യരുത്. പക്ഷേ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു മാനുഷികമായ പരിഗണനയും അതിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകം 700-ലധികം ആളുകൾ രക്തസാക്ഷികളായി. മാത്രമല്ല അതിലുമുള്ളത് 200ഓളം കുട്ടികളാണ്. 1,50,000 ആളുകൾ തൂഫാനുൽ അക്സയുടെ പേരിൽ രക്തസാക്ഷികളായി. അതിൽ 10,000-ഓളം വരുന്ന ആളുകൾ കൊച്ചുകുട്ടികളാണ്. ഈ ജനതയോട് നമുക്ക് ബാധ്യതയില്ലേ? ഈ സമൂഹത്തോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടേണ്ടതില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കോ, ഇപ്പോഴത്തെ പ്രഹരം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ യുദ്ധം അവർ തുറക്കാൻ പോവുകയാണ്. കരയിലൂടെ മാത്രമല്ല, അവർ കടലിലൂടെയും അവരുടെ മുന്നണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ അവർ എല്ലാ അർത്ഥത്തിലും അശാന്തി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ അങ്ങനെയാണ്, യമനിൽ അങ്ങനെയാണ്, ഇറാനിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ ലബനാനിലും അവർ അക്രമം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാജ്യങ്ങളുടെ സ്വതന്ത്ര സ്വഭാവത്തെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഈ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു ജനതയുടെ പിറന്ന മണ്ണിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്ന അങ്ങേയറ്റത്തെ തിട്ടൂരത്തെ ചോദ്യം ചെയ്യാൻ എത്ര രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ രാജ്യാതിർത്തികൾക്കപ്പുറം, ഭരണകൂടങ്ങൾക്കപ്പുറം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇന്ന് ധാരാളക്കണക്കിന് പ്രക്ഷോഭ തെരുവുകൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് USSAയിൽ ഉണ്ട്, അതുപോലെ തന്നെ അത് UK-യിലുണ്ട്, അത് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭ തെരുവുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഗസയിലെ പൊരുതുന്ന ജനതയോട് ഐക്യദാർഢ്യപ്പെടുന്ന വ്യത്യസ്തമായ പ്രക്ഷോഭ തെരുവുകളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട്, അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിൽ കണ്ണി ചേർന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരത്തിലൊരു പ്രാർത്ഥനാരാവ് സംഘടിപ്പിച്ചു എന്നത് അഭിനന്ദനാർഹമാണ്. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് നടക്കുന്നത് കൈവിട്ട കളിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും ചേർന്ന് നിന്നുകൊണ്ടുള്ള അത്യന്തം അപകടകരമായ കൈവിട്ട കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് ഭീകരവാഴ്ചക്കാണ് തുടക്കം കുറിക്കുന്നത്. ഈ അടുത്ത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്യൂരിറ്റി മേധാവിയുമായി ചർച്ച നടന്നതിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അമേരിക്കൻ വിദേശ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി മീഡിയകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തുളസി ഗബ്ബാർഡ് പറഞ്ഞത് ചർച്ചയിൽ ഇസ്ലാമിക ഭീകരത ഇന്ത്യക്കും അമേരിക്കക്കും ഒരുപോലെ ഭീഷണിയാണ് എന്നാണ്. ഇസ്ലാമിക ഭീകരത ഇന്ത്യക്കും അതുപോലെ തന്നെ അമേരിക്കക്കും ഒരുപോലെ ഭീഷണിയാണ് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടും ഒരേ ജീനാണ്. രണ്ടുപേരും ഒരേ വംശീയതയുടെ ജീനാണ് രണ്ടുപേരിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരിലും ഒരേ ജീന് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള വംശീയ ഭ്രാന്ത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രാജസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൂട്ടിനടിയിൽ കിടന്ന് നവജാത ശിശുവിനെ പടഞ്ഞു മരിക്കേണ്ടി വന്നത് രാജ്യത്തിന്റെ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള കയ്യേറ്റം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഭരണകൂടത്തിന്റെ കരങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ബുൾഡോസർ രാജ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഔറംഗസീബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തിയുടെ ഒരു കുഴപ്പവുമില്ലാത്ത മക്ബറയിൽ പോയിട്ട് കലാപത്തിന് കോപ്പ് കൂട്ടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് നാം മനസ്സിലാക്കണം. ഒരേ വംശീയ ഭ്രാന്താണ് ഈ രാജ്യത്തും അതുപോലെ തന്നെ അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിലും ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അവരാണ് അങ്ങ് ഗസയിൽ ഇന്ന് നരകം തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവരാണ് ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയുക, ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ നിർമ്മിതിയാണ്. ISIS എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വത്തിന്റെയും സയനിസത്തിന്റെയും നിർമ്മിതിയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഞാൻ പറയുക, ഭരണകൂടം ഇത് കഴിഞ്ഞ തൂഫാനുൽ അക്സയിൽ നിന്ന് തന്നെങ്കിലും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമുക്കറിയാമല്ലോ, 17 മാസത്തെ എല്ലാ സർവായുധ സന്നാഹങ്ങളോടും കൂടി ഗസയിൽ തീ ബോംബ് വർഷിച്ചതാണ്, അവിടെയുള്ള നിരപരാധരെ കൊന്നതാണ്. അതുപോലെ തന്നെ 17ഓളം കുട്ടികളെ കൂട്ടക്കുരുതി നടത്തിയതാണ്. അതിൽ നിന്ന് അവർക്ക് കിട്ടിയത് എന്താണ് എന്ന ചോദ്യത്തിന് അവർ നാണം കെട്ടാണ് തിരിച്ചുപോയത് എന്നത് ലോകം കണ്ടതാണ്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സ്വന്തം രാജ്യത്ത് സ്വന്തം ജനതയോട് ബെഞ്ചമിൻ നെതന്യാഹുവിന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒന്നും നേടാനായിട്ടില്ല എന്നിടത്ത് നിന്ന് ആ നാണം മറക്കാനാണ് രണ്ടാമത്തെ നിർലജ്ജമായ അറ്റാക്ക് നെതന്യാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത് എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഹമാസിനെ തകർക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ ടണല് തകർക്കാൻ പോവുകയാണ്, ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കാൻ പോവുകയാണ്. ഇത് മൂന്നും നേടാതെയാണ് 17 മാസക്കാലത്തോളം പാവപ്പെട്ട ജനവിഭാഗത്തെ സിവിലിയന്മാരെ ഏകപക്ഷീയമായിട്ട് നരഹത്യ നടത്തിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും ഈ 17 മാസക്കാലത്തോളം പിടിച്ചു നിന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. അവരെ ഭയപ്പെടുത്തി ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിശാലമായ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ വ്യാമോഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമല്ല എന്നതാണ് ഗസ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1,50,000 ആളുകൾ ക്രൂരമായി വധിക്കപ്പെട്ടതിന് ശേഷവും തലക്ക് മുകളിൽ ഒരുപാട് ഒരു മേൽക്കൂരയായിട്ട് ഒരു വീടോ അല്ലെങ്കിൽ ഒരു മേൽക്കൂരയോ ഇല്ലാതെ എല്ലാ മേൽക്കൂരയും നിലംപത്തിയ സന്ദർഭത്തിലും തളരാതെ നിൽക്കുന്ന ഇച്ഛാശക്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്നത്. അവർ മരണം ഭയപ്പെടാത്തവരാണ്, അവർ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണ്, അവർ സ്വന്തം പിറന്ന നാടിന് വേണ്ടി പൊരുതുന്നത് പുണ്യകർമ്മമായി കാണുന്നവരാണ്. അതിനപ്പുറത്ത് അവർ സ്വർഗം കിനാവ് കാണുന്നവരാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ മരണം ഭയപ്പെടാത്ത അതുപോലെ തന്നെ സ്വർഗം കിനാവ് കാണുന്ന സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നത് പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗത്തെ മരണം ഭയപ്പെടുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേലിന്റെയും സയനിസത്തിന്റെയും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പട്ടാളത്തിന് ഏതോ അർത്ഥത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നത് ഞാൻ ചരിത്രത്തെ മുൻനിർത്തി പറയുന്ന അസാധ്യമായ കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉമ്മമാരെ, ഗസയിലെ ഉമ്മമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ എങ്ങനെയാണ് മീഡിയകളെ കാണുന്നത്? ഞാൻ ഈ അടുത്ത് ഈ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ മരണപ്പെട്ട കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അലറി വിളിക്കുന്ന ഉമ്മമാരെ ഞാൻ കണ്ടു. ആ ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അലറി വിളിക്കുന്ന ഘട്ടത്തിലും അവർ എങ്ങോട്ടും നോക്കുന്നില്ല. അവർ ഇരുകരങ്ങളും ഉയർത്തി ആകാശത്തേക്കാണ് നോക്കുന്നത്. കാരണം ലോകം ആ ജനതയോട് കാരുണ്യം കാണിച്ചിട്ടില്ല. ലോകത്ത് ഒരു രാജ്യവും ആ ജനതയോട് കാരുണ്യം കാണിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അവരോട് ഓരോ അർത്ഥത്തിൽ ഐക്യദാർഢ്യപ്പെടേണ്ടുന്ന, എല്ലാ അർത്ഥത്തിലും ആദർശപരമായി അവരോട് ഐക്യദാർഢ്യപ്പെടേണ്ടുന്ന
രാജ്യങ്ങൾ പോലും അവരോട് ഏതോ അർത്ഥത്തിൽ ഐക്യദാർഢ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാര് പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൻ നസീർ എന്ന അങ്ങേയറ്റത്തെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യമാണ് അവർക്ക് ആത്മവിശ്വാസം പകരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഗസയിലെ ഉമ്മമാർ ആർജവമുള്ള ഉമ്മമാരാൻ. ഞാൻ പറയുക, എന്തുകൊണ്ടാണ് ഗസ അതിജീവിക്കുമെന്ന് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ഉമ്മമാർ ഗർഭം ധരിക്കുന്നത് പൊരുതുന്നതിന് വേണ്ടിയാണ്. അവിടെയുള്ള ഉമ്മമാർ പ്രസവിക്കുന്നത് പൊരുതുന്നതിന് വേണ്ടിയാണ്. അവിടെയുള്ള ഉമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത് പൊരുതുന്നതിന് വേണ്ടിയാണ്. അവിടെയുള്ള ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നൽകി വളർത്തുന്നത് പൊരുതുന്നതിന് വേണ്ടിയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും അവസാനം പ്രായപൂർത്തിയായി പക്വതയെത്തുന്ന സ്വന്തം മകനെ കുളിപ്പിച്ച് കുപ്പായമിട്ട് എന്നിട്ട് നെറ്റിത്തടത്തിൽ ചുടുചുംബനം നൽകിയിട്ട് സ്വന്തം മക്കളെ അവർ പറഞ്ഞുവിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, പോരാട്ട ഭൂമിയിലേക്കാണ്. അങ്ങനെ വളരുന്ന ഒരു ജനതയെ, അങ്ങനെ വളർത്തപ്പെടുന്ന ഒരു തലമുറയെ നശിപ്പിക്കുവാൻ, അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ചരിത്രത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നെതന്യാഹുവും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഒരുമിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അറേബ്യയിലേക്ക് പോകാം. അത് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞങ്ങൾ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ്. ഈജിപ്തിനാകട്ടെ ഈജിപ്തിൻ്റെതായ പദ്ധതികൾ ഈജിപ്ത് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓരോരുത്തരും ഗസയെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ആർക്ക് ഏതർത്ഥത്തിലും പദ്ധതികൾ ആവിഷ്കരിക്കാവുന്നതാണ്. ആയുധത്തിന്റെ പിൻബലത്തിലായിരിക്കും അവ ആസൂത്രണം ചെയ്യുന്നത്. അതുപോലെ തന്നെ അധികാരത്തിന്റെ പിൻബലത്തിലായിരിക്കും അവർ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 23 ലക്ഷം ജനങ്ങൾ അവിടെ ജീവിക്കുന്നുവെങ്കിൽ 40,000-ഓളം വരുന്ന ഹമാസിന്റെ പോരാളികൾ അവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഈ അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെയോ അതല്ലെങ്കിൽ ഈജിപ്തിന്റെയോ അതല്ലെങ്കിൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസത്തിന്റെയോ സ്വപ്നം പൂവണിയാൻ പോകുന്നില്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വെറും വർത്തമാനമല്ല. യഥാർത്ഥത്തിൽ ഭരണകൂടങ്ങളെ വിലക്ക് വാങ്ങുന്നവരാണ് സാമ്രാജ്യത്വം. അതുപോലെ തന്നെ രാജാക്കന്മാരെ വിലക്ക് വാങ്ങുന്നവരാണ് സാമ്രാജ്യത്വം. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ വിലക്ക് വാങ്ങപ്പെടുന്ന പണ്ഡിതന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിലക്ക് വാങ്ങപ്പെടുന്ന രാജാക്കന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിലക്ക് വാങ്ങപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളുമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ലോകത്തൊരു പക്ഷേ സാമ്രാജ്യത്വത്തിനോ അതുപോലെ തന്നെ സയനിസത്തിനോ അതുപോലെ തന്നെ വംശീയ ഭരണകൂടത്തിനോ ലോകത്ത് ഏറ്റവും വലിയ പല ശക്തികളെയും വിലക്ക് വാങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ 23 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനിലെ ജനതക്ക് വില പറയാൻ, അതുപോലെ തന്നെ 40,000-ഓളം വരുന്ന പോരാളികളോട് വില പറയാനുള്ള ധൈര്യം ഈ ഭൂമിക്ക് മുകളിൽ ഒരു സാമ്രാജ്യത്വത്തിനും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കാണുന്ന സാഗരം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന യുവസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ നൂറ്റാണ്ടിൽ മാത്രമല്ല വിശുദ്ധ റമദാനിന്റെ ഈ രാവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഒരു നൂറ്റാണ്ട് കാലം അല്ല, പതിറ്റാണ്ട് കാലം ഏരിയൽ ഷരോൺ ഉൾപ്പെടെയുള്ള ഷാത്തില്ല കൂട്ടക്കൊല വരെ നടത്തിയ നിങ്ങളുടെ മുൻഗാമികൾക്ക് അഥവാ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻഗാമികൾക്ക് സാധിക്കാതെ പോയ ഒരു കാര്യമുണ്ടല്ലോ, ഇസ്രായേലിന്റെ ആവശ്യത്തിന് ഈ പറയപ്പെടുന്ന ഫലസ്തീനിന്റെ മണ്ണ് സ്വന്തമാക്കുക എന്ന കാര്യം. അവർക്കൊന്നും സാധിക്കാത്ത ആ കാര്യം നെതന്യാഹുവിന് സാധിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുദ്സ് വിമോചിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായി തീരുക തന്നെ ചെയ്യും. ഫലസ്തീൻ സ്വതന്ത്രമാകുന്ന ഒരു സന്ദർഭം ഉണ്ടാവുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم لبعض لقدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله ومن ينصرن الله من ينصره إن الله لقوي عزيز. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വന്തം അല്ലാഹു ഞങ്ങളുടെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജനത. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ സാത്വിക സന്തുലനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്ന, മസ്ജിദുകൾ തകർക്കപ്പെടുന്ന, ജൂത സെനഗോഗുകൾ തകർക്കപ്പെടുന്ന, അതുപോലെ തന്നെ രാജ്യത്ത് കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ദൈവത്തിന്റെ മാർഗത്തിൽ ദൈവത്തെ സഹായിക്കുന്ന ഒരു ജനതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാല അല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്ന
لنخرجنكم من أرضنا لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരോട് അതുപോലെ തന്നെ അവരുടെ ജനതയോട് നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കുന്നതാണ്, നിങ്ങളെ ഞങ്ങൾ ഗർവാപ്പസ് നടത്തുന്നതാണ് എന്ന് പറയുന്ന ജനതയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നാഥൻ അത്തരത്തിലുള്ള ആളുകളെ നശിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറയുന്നത് ഇത് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ചരിത്രത്തിന്റെ വളരെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ധിക്കാരികളായ ഒരു സമൂഹവും ചരിത്രത്തിലെ കാലഘട്ടത്തിലും അനന്തമായി നിലനിന്നിട്ടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഹമാസിന്റെ തുടക്കം കുറിച്ചത് അദ്ദേഹമാണല്ലോ. 1987 അൽ ഹർക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ അഥവാ ഹമാസ് രൂപപ്പെടുന്നത്. ആ ഹമാസിനെ രൂപപ്പെടുത്തുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അനാഥനാണ് അദ്ദേഹം, അഭയാർത്ഥിയാണ് അദ്ദേഹം, മാത്രമല്ല രോഗിയാണ് അദ്ദേഹം, വീൽ ചെയറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ പഠനം അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറയുന്നത് ചലിക്കാത്ത ഒരു ശരീരമാണ്. ആ ചലിക്കാത്ത ശരീരത്തിന്റെ ഏറ്റവും മുകളിൽ അദ്ദേഹത്തിന്റെ ഉയർന്നു നിൽക്കുന്ന ഒരു ശിരസ് മാത്രമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ മഹാമനുഷ്യന്റെ തലയിലാണ്. യഥാർത്ഥത്തിൽ ഗസയിലെ പൊരുതുന്ന ജനതക്ക് അവരുടെ ഭൂമിയെ കുറിച്ച്, സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ സാധിച്ചത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ശില്പിയായ ഷെയ്ഖ് അഹമ്മദ് യാസീനെ ഒരു ഘട്ടത്തിൽ ബോംബിട്ട് തകർത്തോ. വീൽ ചെയറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പള്ളിയിൽ നിന്ന് സുബഹി നമസ്കരിച്ച് പുറത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ 2004 ഈ മാർച്ച് 22 ആ അർത്ഥത്തിലുള്ള കൊലപാതകം നടക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടു കൂടി തീർന്നോ എന്നാണ് അവർ വിചാരിച്ചത്? ഷെയ്ഖ് അഹമ്മദ് യാസീനോടുകൂടി യഥാർത്ഥത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചെറുത്തുനിൽപ്പ് തീർന്നിരിക്കുന്നു എന്നാണ് അവർ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് റന്തീസി വന്നോ. അത് കഴിഞ്ഞിട്ട് എത്രയെത്ര മഹാന്മാരാണ് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ അണിനിരന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും അവസാനം തൂഫാനുൽ അഖ്സയിൽ യഹിയ സിൻവാറിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇസ്മായിൽ ഖനിയയെ കുറിച്ച്, അത് കഴിഞ്ഞാൽ അത്തരത്തിൽ മുഹമ്മദ് ലൈഫിനെ കുറിച്ച് എത്ര പടനായകന്മാരാണ് ഈ പോരാട്ട വീതിയിൽ അവരുടെ മുമ്പിൽ നിന്ന് നയിച്ച എത്ര പടനായകന്മാരാണ് രക്തസാക്ഷികളായത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാം, ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം നടന്ന ഈ പറയുന്ന സയനിസത്തിന്റെ തേർവാഴ്ചയിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് തന്റെ മധുവിധു ആഘോഷിച്ചു തീരുന്നതിന് മുമ്പ് ഹൻദലയെ പോലെ യുദ്ധക്കളത്തിൽ ഹൻദലയെ പോലെ ഷഹാദത്ത് വരിച്ചോ അബൂ ഹംസ എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഞാൻ പറയുക, അത്തരത്തിലുള്ള ഒരുപാട് മഹാരഥന്മാർ വധിക്കപ്പെടുന്നതോടുകൂടി തീരുന്നതാണ് യഥാർത്ഥത്തിൽ ഗസയിലെ ചെറുത്തുനിൽപ്പ് എന്നത്. ആരും വിചാരിക്കേണ്ടതില്ല. ഇസ്രായേൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ അവർ എത്രയെത്ര രക്തസാക്ഷികളെയാണോ സൃഷ്ടിക്കുന്നത്, അത്രയധികം രക്തസാക്ഷികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള വഴിയെ യഥാർത്ഥത്തിൽ തുറസല്ല സൃഷ്ടിക്കുന്നത് പുതിയ പ്രതിബന്ധങ്ങളാണ്. ഷെയ്ഖ് അഹമ്മദ് യാസീൻ മരണപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ 2004 മാർച്ച് 22 ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ലോകത്ത് ഏതാണ്ട് 2004 ഈ പറയുന്ന മാർച്ച് 22 ശേഷം ജനിച്ച ആയിരക്കണക്കിന് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്നായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇപ്പോഴത്തെ തലമുറ യഥാർത്ഥത്തിൽ യഹിയ സിൻവാറിനെ ഗർഭം ധരിക്കുന്ന തലമുറയാൻ, ഇസ്മായിൽ ഖനിയയെ ഗർഭം ധരിക്കുന്ന തലമുറയാൻ, മുഹമ്മദ് ലൈഫിനെ ഗർഭം ധരിക്കുന്ന തലമുറയാൻ, അതുപോലെ തന്നെ അബൂ ഹംസക്ക് ജന്മം നൽകുന്ന തലമുറയാൻ. നമുക്ക് പലപ്പോഴും പറയാൻ കഴിയുന്നത് പോലെ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയും, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഫലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ വലാകിൻ ലാ തശ്ഉറൂൻ. നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും രക്തവിനെ മരിച്ചു എന്ന് പറയാൻ പാടില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഒരു അഹമ്മദ് യാസീൻ രക്തസാക്ഷിയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ ഒരുപാട് അഹമ്മദ് യാസീന്മാർ പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ
ഖുദ്സിന്റെ വിമോചനത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ബഖ്തുൽ മുഖദ്ദസിന്റെ വിമോചനം എന്ന് പറയുന്നത് പ്രവാചകന്റെ മുന്നറിയിപ്പ് പോലെ തന്നെയാണ്. ആ ജനത അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഒരുപാട് പ്രതിസന്ധികൾ ഇനിയും അവർ അഭിമുഖീകരിച്ചേക്കാം. പക്ഷേ അവരതിജീവിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പൊരുതുന്ന ജനതയെ വിലക്കെടുക്കാൻ കഴിയില്ല, ആ പൊരുതുന്ന ജനതയെ കൊന്നു തീർക്കാൻ കഴിയില്ല, ആ പൊരുതുന്ന ജനതയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവർ ടണലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 17 മാസക്കാലം ഈ പറയപ്പെട്ട 10 കിലോമീറ്റർ വീതിയും 20 കിലോമീറ്റർ നീളവുമുള്ള ഈ മണ്ണിൽ തുറന്ന ജയിലിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഇസ്രായേലിന്റെ തേർവാഴ്ചയായിരുന്നില്ലേ മൊസാദ് എന്ന് പറയുന്നത്? ലോകത്തെ എല്ലാ ചാര നെറ്റ്വർക്കുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ചാരസംഘടനയല്ലേ? എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ജനതയുടെ മൂന്നാം ലോകം, ഞാനതിനെ മൂന്നാം ലോകം എന്ന് വിശേഷിപ്പിക്കുന്നു, ഭൂമിക്ക് മുകളിൽ ഒരു ജനതക്ക് നിലനിൽക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ, ആകാശത്തിന് താഴെ ഒരു ജനതക്ക് മേൽ തീ ബോംബ് വർഷിപ്പിച്ചപ്പോൾ, ഒരു ജനത അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സംവിധാനം ഭൂമിക്കടിയിൽ രൂപപ്പെടുത്തി. ആ ടണലിലേക്ക് ഇനിയും കാലെടുത്ത് വെക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന സയനിസ്റ്റ് ഭീകരർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാലത്ത് ലോകത്ത് നമുക്കറിയാം ട്രംപിന്റെ ആഗ്രഹം, അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം. എത്ര മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ജനത ജീവിക്കുന്ന കാലത്തോളം അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പണിയാനോ വിശാല ഇസ്രായേൽ പണിയാനോ ഈ ജനത അനുവദിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നു ട്രംപിൻ്റെത് അവസാന വാക്കല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോ, ഞാൻ ഇന്നിങ്ങനെ കയറി വരുമ്പോ ബഹുമാന്യനായ മർഹൂം TK അബ്ദുള്ള സാഹിബിന്റെ ഒരു വാചകമാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അദ്ദേഹം എന്നോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, ട്രംപ് ഒരു പ്രതിഭാസമാണ്, ട്രംപ് ഇതൊരു ഇതിഹാസമാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട് ട്രംപ് ഒരു പരിഹാസമാണ് എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്കാണ് ഇതിന്റെ പോക്ക് എന്ന് നാം മനസ്സിലാക്കണം. ട്രംപ് ഒരു പക്ഷെ അവസാന വാക്കല്ല, പക്ഷേ ട്രംപിന്റെ അവസാനം ഇതാകാൻ നല്ല സാധ്യതയുണ്ട്. ഒട്ടും മെച്ചേർഡായിട്ടല്ല വംശീയ ഭ്രാന്ത് കാണിക്കുന്ന USA പ്രസിഡന്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മിസ്റ്റർ നെതന്യാഹു, അദ്ദേഹത്തിനും ഇത് സാധ്യമല്ല. അദ്ദേഹത്തിന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പ് അതുപോലെ ആയുസ് കൊടുത്താൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന വിശാല ഇസ്രായേൽ പണിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിന്റെ പൂർവികന്മാർക്ക് അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമകാലിക ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി പ്രതികരണത്തിൻ്റെതാണ്, പ്രതിഷേധത്തിൻ്റെതാണ്, പ്രാർത്ഥനയുടേതാണ്, ഐക്യദാർഢ്യപ്പെടലിൻ്റെതാണ്. വംശീയത ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇന്ന് വിഷവിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത് വംശീയതയാണ്. യൂറോപ്യൻ വംശീയത, ജൂതവംശീയത, ഹിന്ദുത്വ വംശീയത, അതിൻ്റെ എല്ലാം ജീൻ ഒന്നാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മൗനം അപകടമാണ് എന്ന് മനസ്സിലാക്കണം. മൗനത്തെ ഭേദിച്ചുകൊണ്ട് സമകാലിക ലോകത്ത് മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായ പോരാട്ടം ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലന പ്രവർത്തനത്തോട് നാം എത്രയേറെ മൗനം പാലിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അത് കേരളക്കര എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീബോബിനെ പോക്കർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളി സമൂഹം എത്ര പ്രബുദ്ധമാണ്. പക്ഷെ ഈ പ്രബുദ്ധ സമൂഹത്തിനകത്ത് ഈ ഹത്യക്കെതിരെ എത്രയേറെ പ്രതികരണമാണ് ഉയർന്നു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വംശഹത്യക്കെതിരെ എത്രയേറെ പ്രതികരണമാണ് ഉയർന്നു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. കേരളത്തെ കൂടി വംശീയ ഭ്രാന്തിന്റെ കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നമ്മുടെ കേരളക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സൂക്ഷ്മം നിരീക്ഷിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഹെയ്റ്റ് സ്പീച്ച് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇസ്ലാമോഫോബിയ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നില്ലേ? ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നു, അത്തരത്തിൽ അത്യന്തം അപകടകരമായ ഹെയ്റ്റ് സ്പീച്ച് ഒരു മുൻ ജനപ്രതിനിധി ഈ കേരളീയ സമൂഹത്തിനകത്ത് കേട്ടാലറക്കുന്ന വാചകത്തോടുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ നടുമുറ്റത്തിൽ നിന്ന്
ആരാണ് എണീറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന് നേരെ അരുതട എന്ന് പറയാൻ എത്ര പേര് കേരളത്തിൽ ധൈര്യം കാണിച്ചു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ പറയുക, ഈ മൗനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല, ഇത് ദലിത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല, ഇത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്, ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. വംശീയത എവിടെയെല്ലാം നാം പെടുത്തോ അവിടെ ജീവിക്കുന്ന മുഴുവൻ ജനതയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാവിൽ റമദാനിന്റെ സാക്ഷ്യം നിർത്തി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി പടച്ചറപ്പിനോട് കേഴുക. ലോകരാജ്യങ്ങൾ ഈ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിൽ മൗനം പാലിക്കുമ്പോൾ ചരിത്രത്തിൽ പലപ്പോഴായിട്ട് അല്ലാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ട യഥാർത്ഥത്തിൽ ബദറിന്റെ രാവ് നിലകൊള്ളുന്ന വിശുദ്ധമായ റമദാനിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. അവരോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ നമ്മൾ വളർത്തിയെടുക്കുക. ഗസ്സയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, മാത്രമല്ല മാനവികതയുടെ നിലനിൽപ്പിന്, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന്, ഈ കാലഘട്ടത്തിലെ മൂല്യങ്ങളുടെ നിലനിൽപ്പിന് അത്തരം പോരാട്ടത്തിന്റെ വീതിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഈ സുന്ദരമായ അടയാളപ്പെടുത്തലുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.